ഇവിടെ വന്നിട്ട് ഇന്നലെ സീൻ ഉണ്ടായതില്ല. മച്ചാനം നോക്കാം. എന്താ വെച്ചാൽ ഇന്നലെ മൊത്തം സീനായിരുന്നു ഇവിടെ. ഈ പുള്ളിനെ ഒഴിച്ചു നോക്കട്ടെ കേട്ടോ. ചേട്ടാ, ആ നിക്കണ പുള്ളിനാണ് ഇന്നലെ ചേർത്തലയില് കുറെ പെണ്ണുങ്ങള് കൊടിമരത്തിൽ ഉറപ്പാണോ? അതെ. അങ്ങോട്ട് ചെന്ന് സീനാവും. പുള്ളിയുടെ സഖാവാണോ? എന്താന്ന് നോക്കട്ടെ നമുക്ക്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ സഖാവിനൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. സന്തോഷം. വായനന്റെ ലാൽസലാം സഖാവെ പറഞ്ഞേക്കാം. എന്തായാലും ഇന്നലെ ഭയങ്കരമായിട്ട് വൈറലായി നിക്കണേ. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി വന്നാ. നിങ്ങൾ ഞെന്നപ്പിച്ചിരിക്കോ? അല്ല, വാർത്തകൾ അങ്ങനെയാണ് വന്നത്. അല്ല ശരിയല്ലേ? വാർത്തകൾ എന്താ വന്നത്? വിഷയങ്ങളായിട്ടിരിക്കണൊക്കെ പറഞ്ഞു. നിങ്ങള് സ്ഥലം കയ്യേറി പാർട്ടിയുടെ കൊടി കെട്ടി എന്താന്ന് സഖാവോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാലോ. അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്താണ് സംഭവം? സംഭവം എന്ന് പറയുന്നത്, ഈ സ്ഥലം ഇപ്പൊ നിങ്ങൾക്ക് കാണാം. അല്ല, അതിന്റെ പേരൊക്കെ ഒന്ന് പറ. എന്റെ പേര് അനൂപ് ചാക്കോ. ഞാനിവിടുത്തെ എക്സ്റേ ലോക്കൽ കമ്മിറ്റി മെമ്പർ. എല്ലാവരും വേറെ സംഭവം ഉണ്ട്. എനിക്ക് ചിരി വന്നു പോയി. ആര് പിടിച്ചാലും ഞാൻ ഈ കൊടിമരം വിട്ടുകൊടുക്കൂല. അതൊരു ചലഞ്ച്. അതെന്താണ് സംഭവം എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം അന്വേഷിച്ചു. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ കൊടിയിലും ആ മരത്തിൽ കെട്ടിപ്പിടിച്ചിറങ്ങുന്ന സീൻ. ഈ നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോര കൊടുത്തുണ്ടാക്കിയ കൊടിയാണ്. അതങ്ങനെ ഒരു ആള് സുപ്രഭാതത്തിൽ വന്ന് പൊളിച്ചു മാറ്റാനായിട്ടുള്ള സാധനമൊന്നും അല്ല. അതൊക്കെ നമ്മൾ മരിച്ചു വീണതിന് ശേഷം ആരെങ്കിലും ഒക്കെ തൊട്ടാ മതി. അതെ, ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത, ഒരാളുണ്ടെങ്കിലും അവനൊരു പാർട്ടിയായിട്ട് മാറും. ഒരു കണക്കിന് ഞാൻ ഓർക്കണത്, ഞാൻ ആളെയൊക്കെ വിളിച്ചു കൂട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോ ഈ കൊടിമരം ചിലപ്പോ വീഴുവാന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇവിടെ സ്ഥലത്തില്ലാന്ന് BJP-ക്കാർക്ക് ചെറിയൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. BJP-ക്കാരെന്ന് പറഞ്ഞ സംഭവം BJP-ക്കാരാണ് ഈ നാടകം മൊത്തം നടത്തിയത്. BJP-ക്കാരാണ്. അവരിതൊന്നും കാണിക്കണില്ല. ഈ പാലത്തിനപ്പുറത്തേക്ക് കുറെ BJP-യുടെ നേതാക്കള്, ഈ പ്രദേശത്തുള്ള ആരുമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ, ഈ പ്രദേശത്തുള്ള ഒരാൾ മാത്രമേ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അവര് കാണിച്ചൊരു നാടകമായിരുന്നു അത്. പക്ഷേ പുറത്തുനിന്നുള്ള BJP-ക്കാരായ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ. BJP-ക്കാരെന്ന് ഉറപ്പാണ്. BJP-ക്കാരായ പെണ്ണുങ്ങൾ BJP എന്നുള്ള നമ്മുടെ ലെവലിൽ ശരിയാണോ? ആണെന്നേ. ഇതിനകത്ത് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ ഞങ്ങൾ കാണാത്ത പെണ്ണുങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആരുമായിട്ടും നമ്മള് സൗഹൃദപരമായിട്ട്, പഴയ ഒരു കാലമൊക്കെ മാറിപ്പോയി. രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യത്തിൽ നമ്മൾ പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ലല്ലോ. ഇതൊരു വ്യക്തിയുടെ ആവശ്യമല്ലല്ലോ, ഒരു പൊതുവിലുള്ള ഒരു ജനങ്ങളുടെ ആവശ്യമാണ്. ഒരു കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ ആ വാർഡിലെ വികസന സ്വപ്നങ്ങൾ പൂർത്തിയാക്കും, ആൾക്കാർക്ക് വലിയൊരു ഗുണമാകും. പരോക്ഷമായിട്ട് 25 പേർക്കും ബാക്കി ഒരുപാട് കുടുംബങ്ങൾക്ക് 2 വഴികളാണ് ഇതുവഴി. നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് നോക്കിയാൽ അറിയാം. എന്തായാലും നിനക്ക് ആ രംഗം ഒന്ന് കണ്ടിട്ട് വരാം. സഖാവ കൊടിമരത്തില് കിടന്ന് തൂങ്ങിക്കിടക്കണതും ഞാൻ വിടൂലെന്നുള്ള മൂടിൽ നിൽക്കുന്ന സാധനം നമുക്കൊന്ന് ആ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങളോട്ട് നടക്കാം. കൊടിമരം കിടന്ന സ്ഥലം ഇതാണ്. അതെ, ഇവിടെയാണ് ആ കൊടിമരം കിടന്നത്. അപ്പൊ ഇവിടുത്തെ കൊടിമരത്തില് നമ്മുടെ സഖാവ് തൂങ്ങിക്കിടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് വൈറലായ സംഭവം. ഇനി കാണാത്തവര് തീർച്ചയായിട്ടും കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ആ സീനൊന്ന് പ്രേക്ഷകരൊന്ന് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മര്യാദയുടെ പേരിൽ പറഞ്ഞു എന്റെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും റോഡിലോട്ട് ആരും നടന്നില്ല. അപ്പുറത്തുകാരുടെ സ്ഥലം മേടിയില്ല. സ്ഥലത്തിന്റെ കാശ് ഞാൻ തരാന്ന് പറഞ്ഞ അനൂപ് ചാക്കോന്റെ വീട്ടിൽ വന്നപ്പോ അനൂപ് ചാക്കോ സ്ഥലം ഈ വെയില് പൊളിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ് അനൂപ് ചാക്കോ വീട്ടിലല്ല, അനൂപ് ചാക്കോടെ പെണ്ണക്ക അമ്മക്ക കൂടുതലുള്ളവർക്ക് വഴിയുണ്ട്. നിങ്ങൾ അപ്പുറത്തോട് വഴി സഹോദരനെ പോലെ കാണണം. ഇങ്ങോട്ട് മാറി സഹോദര. നിങ്ങൾ ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം. മാറി സഖാവേ,
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കാര്യത്തിലൊക്കെ എന്താ സംഭവം ഇനി കറക്റ്റ് പറഞ്ഞു. ഇത് ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലേക്കുള്ള വഴിയൊന്നുമല്ല. ഈ പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ ഇതാണ് അവര് വീട് പണിയണത്. വീട് പണിയുണ്ട്. പണിയണ വീട് ഇതാണ്. പണിയുടെ വീട് ഇതാണ്. നല്ല വീട് ഇതാണ് കേട്ടോ. ഇതാണ് വീട് പണിയണത്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ കൂടിയാണ് നമ്മുടെ സഖാവിനെ തടഞ്ഞത്. ഇതാണ് വീട്. ഇത് കണ്ട ഇതിന് അങ്ങോട്ട് എൻട്രൻസും ഉണ്ട്. ഇത് വേറൊരാളുടെ പ്രോപ്പർട്ടി. ഇത് ഈ ബിൽഡിംഗ് ഇരിക്കുന്ന വേറെ ഒരാളുടെ. ഈ വീട് വടക്കോട്ടേ ഉള്ളൂ. പ്രോപ്പർട്ടി ഉണ്ടോ? ഞാൻ ചോദിക്കണ ഈ വീടിന്റെ വഴി എവിടെ? അപ്പുറത്തെ വഴി. അപ്പൊ ഇതാരുടെ വഴിയാണ് നിങ്ങൾ ഇപ്പൊ കൊടിയിട്ടത്? വഴിയല്ല, ഇത് ഇയാളുടെ പ്രോപ്പർട്ടി മാത്രമാണ്. പ്രമാണത്തിലുണ്ടല്ലോ, പ്രമാണത്തിലുണ്ട്. പ്രേക്ഷകനുണ്ടെങ്കിൽ അല്ല, പ്രമാണത്തിലുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി റെക്കോർഡ്സ് കൂടിയാണ് അയാളുടെ വഴി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ബ്രാഞ്ച് സെക്രട്ടറി. എന്റെ പേര് ചന്ദ്രമോഹൻ. ഞാനിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇത് നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും പ്രൂഫ് വേണമെങ്കിൽ പ്രമാണോ അല്ലെങ്കിൽ സർവേ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വന്നിരിക്കും. ഇവിടെയാണ് കൊടിമരങ്ങൾ. ഓക്കെ, ഞാൻ നിൽക്കണ ഇപ്പൊ കൊടിമരം നിന്ന സ്ഥലത്താണ്. ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഈ കൊടിമരം ഇവിടെയാണല്ലോ ഇപ്പൊ നമ്മുടെ സഖാവ് കൊടിമരത്തിൽ നിന്ന് വിടൂലെന്ന് പറഞ്ഞ കടന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇവർക്ക് വഴിയുണ്ടോ ഈ വീട്ടുകാർക്ക്? ഇല്ലേ? അതുവഴി വഴിയുണ്ട്. അപ്പോഴും 1.5 മീറ്റർ വഴി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഈ ഇത് കണ്ട ഈ നമ്മുടെ സർവേക്കല്ല് കിടപ്പുണ്ട്. അവിടെ ഒരു സർവേക്കല്ല് കിടപ്പുണ്ട്. സർവേക്കല്ല് കിടപ്പുണ്ടില്ലേ? ആ സർവേക്കല്ല് കാണണം നിങ്ങൾ. ഈ സർവേക്കലുണ്ട്. ഇവിടെ സർവേക്കലുണ്ട്. ഓക്കെ, ഈ സർവേക്കല്ലിൽ നിന്ന് നേരെ പടിഞ്ഞോട്ടാണ് ഇല്ലേ ആ ചേട്ടൻ നിൽക്കണം. അവിടെ ഈ സർവേക്കല്ലിൽ നിന്ന് ഈ ചേട്ടൻ നിൽക്കണ അവിടം വരെയാണ് അല്ലേ? കല്ലൂരി കളഞ്ഞു. കല്ലും പൊടി ഊരിക്കളഞ്ഞ ഈ കല്ല് പൊടി ഊരിക്കളഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഈ ഒരു കൊടിമരം എന്ന് പറഞ്ഞാൽ പിന്നെ വെറുതെ മണ്ണി കുഴിച്ചിട്ടിരുന്ന കൊടി ഇവിടെ ഒരു കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. എന്ന് വെച്ചാല് അവർക്ക് അപ്പുറം ഇപ്പുറം കൂടി വഴി വേണമെന്ന്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരു പറമ്പുകാരൻ അങ്ങനെ 2 സ്ഥലത്തും കൂടി അവർക്ക് 2.5 മീറ്റർ വഴി വേണമെന്നാണ് പറയുന്നത്. അപ്പൊ സഖാ വേറെ ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാണ് ഈ ഭൂമി? ഭൂമി ഇപ്പുറത്തെ സ്ഥലക്കാരനാണ് രാധാകൃഷ്ണൻ. ഈ വീട്ടിലെ ചേട്ടന്റെയാണ്. ചേട്ടന്റെ ഭൂമി. അതെ. ക്യാമറ വെച്ചാൽ പുള്ളി അല്ലെ? പുള്ളി ഫസ്റ്റ് നമ്മുടെ കൊടി പോയതിനു ശേഷം കൊടി ഊരിക്കളഞ്ഞ് പുള്ളിക്കാരന്റെ അതിർത്തി കല്ല് ഊരിക്കളഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ക്യാമറ വെച്ചിട്ട് നമ്മള് ഈ കൊടി ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്നത്. നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നല്ലോ, പൊതുവിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പൊതുവഴിയായിട്ട് 3 മീറ്റർ റോഡായിട്ട് ഇത് വരണമെന്നുള്ളതാണ്. ഈ റോഡില്ലേ, ഈ റോഡ് ഈ പാരലാൽ എന്ന് പറയുന്ന വീട്ടുകാരി കൊടുത്ത വഴിയാണിത്. അതായത് ഈ വഴി നമ്മളിപ്പോ ഈ കൊടിമരം ഇട്ടച്ച സ്ഥലം, ഈ വഴി ഇങ്ങോട്ട് കൊടുത്തല്ല, ഈ റോഡുണ്ടല്ലോ, റോഡിന് 3 മീറ്റർ സ്ഥലവും അത്രയും അവിടം വരെ കൊടുത്തിരിക്കുന്നത് ആ പാരലാലാണ്. ട്രാൻസ്ഫോർമർ ഉണ്ടോ? ഈ ട്രാൻസ്ഫോർമറും പുള്ളിയുടെ സ്ഥലത്താണ്. ഈ ട്രാൻസ്ഫോർമർ പുള്ളി വെച്ചത്. ഈ കട ആ കിഴക്കേ വീട്ടുകാരുടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കട അയാളുടെ സ്ഥലത്താണ് ഇരിക്കണം. ഈ കട ഈ പ്രോപ്പർട്ടി ഉള്ള ആളുടെ പിന്നെ പെങ്ങട. ഞാൻ ചോദിക്കാന്നല്ല, ഈ ബിൽഡിംഗ് ഈ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ള ആളായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരാളുടെ സ്ഥലമാണത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ വീട്ടുകാർക്ക് വഴി ഇവിടെ ഇല്ല. ഈ കൊടിമരം വെച്ചേക്കുന്ന വഴി എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നേ? അതുവഴി വഴി 1.5 മീറ്റർ കൊടുത്തിരിക്കല്ലേ. ഗേറ്റ് ഇവിടെ വെച്ചു, അവരുടെ സാധനങ്ങളൊക്കെ അടിക്കാൻ. അവർ സാഹചര്യങ്ങൾ അടക്കാൻ വേണ്ടി ഗേറ്റ് വെച്ചു. പക്ഷെ അവർക്ക് അത് ഇതുവഴി വഴി കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രോപ്പർട്ടിയിലുള്ള ആള് അയാൾക്ക് അപ്പുറം ഒരു വഴി കൊടുത്ത് അയാൾക്ക് ഇതുകൂടി വഴി കൊടുക്കാൻ പറ്റുമോ? ശരിക്കും ഈ സ്ഥലം അല്ലെ, ഈ കൊടിമരം ഇരുന്ന സ്ഥലം സഖാവെ ഈ വീട്ടുകാർ അല്ലെ പ്യാരിലാലേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തുകൂടി പുള്ളിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കൊടി മാറ്റി കൊടുക്കരുതെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വഴി കൊടുക്കും. പക്ഷെ നിങ്ങൾ വേറെ ആരും നിങ്ങൾ കോൺക്രീറ്റ് ഇട്ട്, അതാണ് ഇപ്പൊ എല്ലാവരും ജനങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാല് സാധാരണ കുഴിച്ചിട്ട മരമാണ്, ആ കൊടിമരത്തിൽ കൊണ്ട് കോൺക്രീറ്റ് ഇട്ടു. അതെ അതെ. അപ്പൊ ഒരാളുടെ വീട് പണിയണില്ലെന്നുള്ള രീതിയായി സംഭവം മനസ്സിലായി. ഒരാള് കഷ്ടപ്പെട്ട് വീട് പണിയാൻ കല്ല് വെച്ച് അടിക്കുമ്പോൾ പ്രേക്ഷകർക്കെല്ലാം കാണാൻ വേണ്ടി മനസ്സിലാക്കണം. ഇദ്ദേഹം എന്ത് ചെയ്തു? കോൺക്രീറ്റ് ഇട്ട്. അപ്പൊ കോൺക്രീറ്റ് ഇട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു? കോൺക്രീറ്റ് ഇട്ടാൻ എന്താ കാരണം? വെറുതെ വെച്ചൊരു കൊടിമരം ഊരി കളയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മളിട്ട കൊടി നമ്മുടെ അനുവാദത്തോടു കൂടിയാ, അല്ലെങ്കിൽ സ്ഥലോടമയുടെ സാമാന്യ മര്യാദ ഇവിടെ ഉണ്ടല്ലോ, സ്ഥലോടമയുടെ അനുവാദത്തോടു കൂടിയാ ഊരി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വഴി നേരെയുള്ള പ്രോപ്പർട്ടി കളക്ടറല്ലേ കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ
രണ്ട് പ്രോപ്പർട്ടിക്കാർക്കും വഴി കൊടുത്തിരിക്കല്ലേ ഓൾറെഡി. അപ്പൊ എന്തായാലും വഴി നോക്കാം. ആ വഴി തുറന്നു കിടക്കല്ലേ വഴി. അപ്പൊ ഇവരുടെ ഈ വീട്ടുകാരന്റെ വഴി ശരിക്കും തുറന്നു കിടക്കുന്ന വഴി ഇതുവരെ അടച്ചിട്ടില്ലല്ലോ. ഇത് കണ്ട അടച്ചിട്ടുള്ള അതെ അവരുടെ ലോഡല്ലേ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അവരുടെ കല്ലാണിത്. അവരുടെ കല്ലാണ് ആ നമ്മളിറക്കിയല്ല, അതൊക്കെ അവരുടെ കല്ലല്ലേ. സ്വതന്ത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇതാണ് ഈ വീട്ടിലോട്ടുള്ളതല്ലേ. എവിടെ വഴി? ആ ഈ സ്ഥലത്തോട് ചേർന്ന് കണ്ട വഴി ഇവർക്ക് എവിടെ വേണമെങ്കിലും എൻട്രൻസ് വെക്കാം. ഓ ഇങ്ങനെയാണ് സംഭവം. കണ്ട ഇവിടെ എൻട്രൻസ് ആയിരുന്നു. ഇപ്പൊ പെരവണിക്ക് ഇപ്പൊ കംപ്ലീറ്റ് കണ്ട ഇവരിങ്ങനെ പൂട്ടിയിട്ടത് അല്ലേ. കണ്ട അതെ ഇവര് മുറിച്ചു മാറ്റിട്ടൊക്കെ കണ്ട ഇവിടെ എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു തന്നെ. അതെന്താ മുറിച്ച് കെട്ടിട്ടത്? അതിപ്പോ എന്തോ കാര്യങ്ങൾക്കൊക്കെ മുറിച്ചു മാറ്റിയാണ്. മുറിച്ച് റോഡ് കണ്ട ഈ നേരെ വന്നത് ദേ അവിടെ ഒരു പുതിയ റോഡ്, ഒരു വികസന പദ്ധതി കൊണ്ടുവന്നുണ്ട് അല്ലേ. ദേ ഈ കാണാൻ റോഡ് അതിനുവേണ്ടി ശരിക്കും വേണ്ടി പരിശ്രമിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അല്ല അതെ ഞങ്ങളുടെ കൗൺസിലറാണ് അതിനു വേണ്ടി പരിശ്രമിച്ചത്. അല്ല കൗൺസിലർ പണ്ട് വീട്ടിൽ പോയ കഥ പറ. അതേ പറ എന്താ ഇവര് പല പ്രാവശ്യം പലരെയും വിട്ടു ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സ്ഥലക്കാരന് 1.5 മീറ്റർ സ്ഥലം തരും. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ അപ്പുറത്തുണ്ട് ഒരു 5-8 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരൊരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നത്. അവർക്കൊരു 2 മീറ്റർ ഒരു മോഹന വാഗ്ദാനം കൂടി പുള്ളി തന്നിട്ടുണ്ട്. 2 മീറ്റർ വഴി അങ്ങോട്ടും തരും, ഇവിടെ 1.5 മീറ്റർ തരും. 1 മീറ്റർ നിലവിലുണ്ട്. 50 സെന്റിമീറ്റർ അവർ തരികയാണെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വഴിയായിട്ട് ഇത് മാറിയല്ലേ. നല്ല ഒരു റോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ മുഖച്ഛായ ആകപ്പാടെ മാറും. എല്ലാ വീട്ടുകാർക്കും പോവുകയും ചെയ്യാം. എല്ലാ വീട്ടുകാരും മാത്രമല്ലല്ലോ വലിയ ഇത്